നമ്മളിപ്പോ തൃശ്ശൂർ പൂരത്തിലെ ആഘോഷത്തിലാണ്. തൃശ്ശൂർ പൂരനഗരിയിലാണ്. എന്റെ കൂടെ 3 സുഹൃത്തുക്കളുണ്ട്. ഇവര് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നവരാണ്. അപ്പം ഇവരുടെ വിശേഷങ്ങൾ ഇവര് പെരിന്തൽമണ്ണയിൽ നിന്ന് എങ്ങനെ തൃശ്ശൂർ എത്തുന്നുള്ള വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. കാരണം അത്രത്തോളം ആ പൂരത്തിന്റെ ആ ഒരു സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നത്. നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ട്രെയിനിനാണ് വന്നത്. രാവിലെ എത്തി. നൈറ്റ് പോകണം. അല്ല, ഇപ്പൊ ഈ ട്രെയിനിൽ കയറുന്നതിനൊക്കെ എന്താ ചെയ്യാ? ട്രെയിനില് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അവിടെ പരിചയപ്പെടാനാണ്. വേറെ ഈ തൃശ്ശൂർ പൂരം അല്ല വേറെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ടോ? അങ്ങാടിപ്പുറത്ത് പിന്നെ പോവാറുണ്ട്. കൽപ്പാത്തി. അത് ശരി. പൂരം ഒരു ഉത്സവങ്ങളൊക്കെ ഒരു സ്പിരിറ്റ് ആണല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ നിന്നിട്ട് ഫുഡൊക്കെ എങ്ങനെയാ? ഞങ്ങള് രാവിലെ പുറത്തുനിന്ന് കഴിച്ചു. പിന്നെ അവിടെ വൈകിട്ട് സേവാഭാരതിന്റെ അന്നദാനം. അപ്പൊ കിടക്കുന്നൊക്കെയോ? ഞങ്ങൾ നേരെ. അപ്പൊ ഇന്ന് രാവിലെയാണോ വന്നേ? ഇന്ന് രാവിലെ വന്നു. ഇന്ന് രാത്രി 2:30 ട്രെയിൻ. 2:30 തിരിച്ചു. ചേട്ടന്റെ പേരെന്താ? സജി. പേരെന്താ? പേര് വിവേക്. ഫാർമസിസ്റ്റാ? അങ്ങനെ ഹോൾസെയിൽ ഫാർമസിയാണ്. അവിടെ ബില്ലിംഗ്. ശരി. ഓക്കെ. വെരി ഗുഡ്. ഓ, ഇത് നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ വന്നിട്ട് ഇത്രയും. കാരണം ഇതൊരു പ്രതികൂല സാഹചര്യം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ മടിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങൾ വന്നിട്ട് ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സംഭവിച്ചു തരുന്നു. പരിചയപ്പെട്ട സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ തൃശ്ശൂർ പൂരത്തിലെ ആഘോഷത്തിലാണ്. തൃശ്ശൂർ പൂരനഗരിയിലാണ്. എന്റെ കൂടെ 3 സുഹൃത്തുക്കളുണ്ട്. ഇവര് പെരിന്തൽമണ്ണയിൽ നിന്ന്